ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ രാവിലെ തന്നെ എണീച്ച പാടെ എനിക്ക് കുറേ പേപ്പർ കട്ടിങ് വർക്ക് ഉണ്ടായിരുന്നു. മോൻ്റെ ബുക്കിലേക്ക്, ചരിത്ര ബുക്കിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ചെയ്ത് വെച്ചിട്ടില്ല, മടി കാരണം മറന്നുപോയി. പിന്നെ അതുകൊണ്ട് രാവിലെ എണീച്ച പാടെ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ചായയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചായയൊക്കെ കുടിച്ചു. കുറേ ഉപ്പാരപ്പുരം ഇരുന്നൊരു കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എന്നെ മക്കളെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നുണ്ട്. ടൈം ടേബിൾ എടുത്തുവെക്കൽ. പിന്നെ ഇത് കണ്ട, ഇതാണ് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് മോൻക്ക് എഴുതാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സും കാര്യങ്ങളും നമ്മളൊക്കെ ഇങ്ങനെ ടീച്ചർ ഇട്ടുതരും. അപ്പോൾ ഓരോരോ ദിവസം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം അതൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ അവനക്ക് ടൈം ടേബിൾ എടുത്ത് വെക്കൽ, സ്നാക്സ് ബോക്സ് എടുത്ത് വെക്കൽ, ഇങ്ങനത്തെ രാവിലത്തെ പരിപാടിയില്ലേ അത്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ റൂമൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ മോനൊക്കെ രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കുളിപ്പിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവനക്കുള്ള കുറുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് കുടിക്കാൻ കൊടുക്കണം. പിന്നെ ഇവിടെ ഉപ്പ കുറച്ച് ചീരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാടൻ ചീര കണ്ടപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. അത് ഉമ്മാമ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓടിപ്പോയിട്ടൊരു കുഞ്ഞ് ഷോർട്സ് വീഡിയോ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചു വരാൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ രാവിലത്തെ മുറിക്കലൊക്കെ കാരണം കുറേ ഇതുണ്ടായിരുന്നു, വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ചുവാരിയും തുടക്കുകയും ചെയ്യുന്ന സമയത്ത് ഉമ്മ നാസ്തയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് തന്നെ ഹസ്ബൻഡൊക്കെ നാസ്തയൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നാസ്ത കഴിച്ചു. ഉമ്മ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കും ഉപ്പാക്കും വേറെ പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ നേരത്തെ കഴിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു. മണ്ണോട്ട് പൊളിക്കുക ഇതെന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും, മണ്ണോട്ട് പൊളിച്ചത്. അല്ലെങ്കിൽ കണ്ണപ്പം എന്ന് പറയും, മുട്ടപ്പം എന്ന് പറയും. അപ്പോൾ അതും കടലക്കറി വന്നിട്ടാണ് ഇന്ന് നാസ്ത ഉണ്ടായത്. ഇത് ഈ അപ്പത്തിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ് അതും. അപ്പോൾ എല്ലാവരോടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അവരെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ബേബിനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകാനിട്ടുള്ളത്. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാനും മോനും കൂടിയിട്ട് കുറേ സമയം കളിച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ ചീര വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി വറുക്കിയെന്ന്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇതും കൂടി ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ചീര ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ള കാച്ചുമ്പോൾ. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ മീൻ പൊരിക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ കറിയും ഒന്ന് തിളക്കുന്നുണ്ട്. ഉമ്മ പോകുന്നതിന് മുന്നേ തന്നെ കറി ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള പണി നമ്മളെടുത്തു. ചീര ഒക്കെ പിന്നെ മുറിച്ചിടുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഇടുള്ളൂ കേട്ടോ. നമ്മൾ കടുക് വറുക്കലോ അല്ലെങ്കിൽ പിന്നെ ജീരകം ഇട്ട് കൊടുക്കലോ അങ്ങനെയൊന്നുമില്ല. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ കടുക് പൊട്ടിക്കും, ജീരകം ഇടും, ഇങ്ങനെ എന്തൊക്കെയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യല്ല, ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യല്ലേ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം ഞാനും മോനും കൂടിയിട്ട് റൂമിൽ വന്ന് കളിക്കാൻ നിന്നു. അപ്പോൾ അവന് ആരും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലും ഒരുമാതിരി ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടി കുറേ കളിച്ചു. പിന്നെ എന്താ പറയുക, ആ സമയം കൊണ്ട് നമ്മൾ ചീര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ചീര ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഓഫാക്കാൻ നേരത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് സിമ്പിൾ ചീര വറവ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ അവനെ ഉറക്കി. പിന്നെ അതിന് ശേഷം മോൻ്റെ അതേ പ്ലേറ്റിൽ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ലഞ്ചായിരുന്നില്ലേ. പിന്നെ എന്താ പറയുക, ആ സമയം കൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഫാഷൻ ഫുഡ് അവർ അവിടുന്ന് വരുമ്പോൾ കൊടുത്ത് വിട്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് സാധനം. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തോന്നുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇത് അത്ര പഴുത്തിട്ടില്ല, കുറച്ചൊരു പച്ചയാണ്. ഞാൻ വേഗം എന്ത് ചെയ്തു, പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു. നല്ല പുളിയും അതിൻ്റെ കൂടെ തന്നെ നല്ല മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, നല്ല ക്രിക്കടിക്കുന്ന ടേസ്റ്റ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഈ കേക്കും കൂടി അവർ ഉമ്മയും ഉപ്പയും വരുമ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കിഷ്ടമായി ഈ കേക്ക്, ക്യാരറ്റ് കേക്ക്.
അതുകൊണ്ട് അവരത് കൊണ്ടുവന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ അല്ല, ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാറൊന്നുമില്ല, എന്നാലും നമുക്ക് നമ്മൾ ജനിച്ചൊരു ദിവസം നമുക്കൊരു സ്പെഷ്യലല്ലേ, മനസ്സിലിങ്ങനെ ഉണ്ടാകും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ. ആഘോഷിക്കാറോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ചായയുടെ കടിയായിട്ട് ഉമ്മിയപ്പയും വാങ്ങിയതാണ്. ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.